ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്നൊരു പൊതിച്ചോറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പൊതിച്ചോറെന്ന് കേൾക്കുമ്പോഴേ ആ പഴയ കാലത്തേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ചും സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന ആ ഒരു കാലം. വാട്ടിയ വാഴയിലയിൽ പൊതിഞ്ഞ നല്ല ചൂട് ചോറും ചമ്മന്തിയും മുട്ട പൊരിച്ചതുമൊക്കെ ആയിട്ട് ആ പൊതിയൊന്ന് തുറക്കുമ്പോൾ വരുന്ന ആ ഒരു മണമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പൊതിച്ചോറ് കഴിച്ചിട്ടുള്ളവർക്ക് ആ രുചി അറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ പൊതിച്ചോറിന് വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഒരു തോരനും ചമ്മന്തിയും മീൻ വറുത്തതും മുട്ട പൊരിച്ചതും മാങ്ങ അച്ചാറുമാണ്. അപ്പോൾ നമുക്ക് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ബീൻസും ഒരു ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇത് സാധാരണ ഒരു പാത്രത്തിലും വേണമെങ്കിൽ നമുക്കിത് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 1/4 ഗ്ലാസ്സിനടുത്ത് മാത്രമാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കുക. അതിനുശേഷം പ്രഷർ കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പൊതിച്ചോറിന് തോരൻ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു മെഴുക്ക് പുരട്ടി ആയാലും മതി. അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഇനി ഇതിലേക്ക് കുറച്ച് സവാളയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഒരു സവാളയുടെ 1/4 ഭാഗം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് ചെറുതായി വഴന്നു വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് വഴന്നു വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർക്കാം. സാധാരണ നമ്മൾ തോരനുണ്ടാക്കുമ്പോൾ തേങ്ങ അരച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങ അരയ്ക്കാതെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വേവിച്ച് വെച്ച് ബീൻസും ക്യാരറ്റുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തേങ്ങയും മഞ്ഞളും ചെറിയുള്ളിയൊക്കെ അരച്ചിട്ടാണ് ചേർക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ആവാം. ഞാനിവിടെ ഏകദേശം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് തേങ്ങ ചേർക്കണം. തേങ്ങയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്പം കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. തേങ്ങ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തോരൻ തന്നെ വേണം എന്നില്ല ഈ പൊതിച്ചോറിന്. ഏതെങ്കിലും ഒരു മെഴുക്ക് പുരട്ടി ആയാലും മതി. ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയോ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയോ ഏതായാലും മതി. അപ്പോൾ ഇവിടെ നമ്മുടെ തോരൻ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തത് മീൻ വറുത്തതാണ്. അപ്പോൾ മീൻ വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മസാല നമുക്ക് ആദ്യം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരിയുമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വളരെ കുറച്ച് വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൽ പുരട്ടി ഒരു 15 മിനിറ്റെങ്കിലും ഇത് മാറ്റി വയ്ക്കണം. അപ്പോൾ മീൻ നല്ലതുപോലെ ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ അതിനുള്ളിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരഞ്ഞെടുക്കുന്നത്. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. മീൻ വറുക്കാനായിട്ട് കുറച്ച് എണ്ണ ഞാനിവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഓരോ മീൻ കഷ്ണവും വെച്ച് കൊടുക്കാം. രണ്ട് വശവും നല്ലതുപോലെ ഫ്രൈ ആകുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം. മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കാം. ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാൻ 2 കപ്പ് തേങ്ങയാണ് എടുത്തത്. 250 ml കപ്പിന് 2 കപ്പ് തേങ്ങയാണ് എടുത്തത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. പിന്നെ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് കുറച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും 2.5 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഇഞ്ചിയും പുളിയും ഒക്കെയാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാവും നല്ലത്. അപ്പോൾ എനിക്കിവിടെ ചെറിയ ഉള്ളി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ സവാള എടുത്തത്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഓംലെറ്റ് ആണ്. അതിനുവേണ്ടി 2 മുട്ട ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സവാളയും പച്ചമുളകുമാണ്. ഒരു പാനിൽ കുറച്ച് എണ്ണ ഞാനിവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഞാനിവിടെ തിരിച്ചിട്ടിട്ടുണ്ട്. ഈ 2 വശവും നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ ഈ പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. തോരനും ചമ്മന്തിയും മീൻ വറുത്തതും മുട്ട പൊരിച്ചതും മാങ്ങ അച്ചാറും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇലയൊന്ന് വാട്ടിയെടുക്കണം. ഇതുപോലെ അടുപ്പിന് മുകളിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. ഇനി വാട്ടിയ ഇലയിലേക്ക് നല്ല ചൂട് ചോറ് നമുക്കിട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ചമ്മന്തി കൂടി ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്ത് ചോറിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. തോരനും മീൻ വറുത്തതും മുട്ട പൊരിച്ചതും കുറച്ച് അച്ചാറും കൂടി വയ്ക്കാം. ഞാനിപ്പോൾ ഇത് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ചോറ് പൊതിഞ്ഞെടുക്കുന്നതിന് മുമ്പ് മുട്ട പൊരിച്ചതും മീൻ വറുത്തതും പ്രത്യേകം വാഴയിലയിൽ ഞാൻ പൊതിഞ്ഞാണ് വെക്കുന്നത്. അങ്ങനെ നല്ല വാട്ടിയ വാഴയിലയിൽ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഞാനിന്ന് ആവശ്യത്തിലേറെ കൊതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വാഴയില കിട്ടുമെങ്കിൽ അടുത്ത വീക്കെൻഡിൽ നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. പൊതിച്ചോറിൻ്റെ ആ ഒരു രുചിയുണ്ടല്ലോ, അത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും പൊതിച്ചോറൊക്കെ ഒന്ന് തയ്യാറാക്കി പഴയകാല ഓർമ്മകളിലേക്കൊന്ന് പോവുക. എന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസും കൂടി കമൻറ്റ് സെക്ഷനിലൊന്ന് അറിയിക്കണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.